ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആണവവാഹക ശേഷിയുള്ള അഗ്നി-1 മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്ത് നിന്നാണ് ഈ ഹ്രസ്വദൂര ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആണവായുധ പ്രതിരോധ സേനയായ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ മേൽനോട്ടത്തിലാണ് പരീക്ഷണം നടന്നത്. വിക്ഷേപണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മിസൈൽ പൂർണ്ണമായ സാങ്കേതിക പ്രവർത്തന മികവ് പുലർത്തിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ചണ്ഡീപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു അഗ്നി-1 ഹ്രസ്വദൂര ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അഗ്നി മിസൈൽ പരമ്പരയിലെ ആദ്യത്തെ പതിപ്പാണിത്. 700 മുതൽ 1200 കിലോമീറ്റർ വരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. 1000 കിലോഗ്രാം വരെയുള്ള പരമ്പരാഗത ആയുധങ്ങളോ ആണവായുധങ്ങളോ വഹിക്കാനും ശേഷിയുണ്ട്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന സിംഗിൾ സ്റ്റേജ് റോക്കറ്റ് എഞ്ചിനാണ് ഇതിലുള്ളത്. ഇത് മിസൈലിനെ ഏത് സമയത്തും അതിവേഗം വിന്യസിക്കാൻ സൈന്യത്തെ സഹായിക്കുന്നു. അഡ്വാൻസ്ഡ് നാവിഗേഷൻ സംവിധാനങ്ങൾ ഉള്ളതിനാൽ വളരെ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്തെത്താനും ഈ മിസൈലിന് കഴിയും. ഈ മാസം ആദ്യം ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നും ഇന്ത്യ ഒരു അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ വിജയകരമായ പരീക്ഷണ വിക്ഷേപണവും നടത്തി. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റഡ് റീ എൻട്രി വെഹിക്കിൾ സിസ്റ്റം ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത്. ഇത് ഒരു മിസൈലിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം ഒന്നിലധികം യുദ്ധമുനകൾ വിന്യസിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു. 2004 ഇന്ത്യ അഗ്നി-1 സേവനത്തിൽ ഉൾപ്പെടുത്തി. നിലവിൽ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ് മിസൈൽ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത്. മേഖലയിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ദ്രുത പ്രതികരണ ശേഷിയുള്ളതും ഉയർന്ന കൃത്യതയുള്ളതുമായ പ്രഹരശേഷി ഈ മിസൈൽ ഇന്ത്യക്ക് നൽകുന്നു. ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വികസന പരിപാടിയുടെ കീഴിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് അഗ്നി പരമ്പര മിസൈലുകൾ വികസിപ്പിച്ചെടുത്തത്. അതേസമയം ഈ മാസം ആദ്യം നടന്ന വൻ പരീക്ഷണത്തിന് ശേഷമാണ് ഏറ്റവും പുതിയ വിക്ഷേപണം നടന്നത്. ഈ വർഷം മെയ് 8 ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നും DRDO മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റഡ് റീ എൻട്രി വെഹിക്കിൾ സംവിധാനമുള്ള അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണം നടത്തി. പരീക്ഷണ വേളയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഒരു വലിയ ഭൂമിശാസ്ത്ര പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒന്നിലധികം പേലോഡുകൾ ഉപയോഗിച്ച് മിസൈൽ പറന്നു പരീക്ഷിച്ചു. വിജയകരമായ ഈ പ്രകടനം ഇന്ത്യയുടെ പ്രതിരോധത്തിന് ഒരു പ്രധാന സാങ്കേതിക കുതിച്ചുചാട്ടമായിരുന്നു. ഒറ്റ വിക്ഷേപണത്തിൽ നിരവധി ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് ഇത് പ്രകടമാക്കുന്നു. ഒന്നിലധികം കപ്പൽ അധിഷ്ഠിത സ്റ്റേഷനുകളാണ് ടെലിമെട്രിയും ട്രാക്കിങ്ങും നടത്തിയത്. മിസൈൽ വിക്ഷേപണം മുതൽ എല്ലാ പേലോഡുകളുടെയും ആഘാതം വരെയുള്ള മുഴുവൻ പാതയും ഈ സംവിധാനങ്ങൾ ട്രാക്ക് ചെയ്തു. പ്രകടനം വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു പൂർണ്ണ ഡാറ്റ സെറ്റ് ശാസ്ത്രജ്ഞർക്ക് നൽകി. പരീക്ഷണ വേളയിൽ എല്ലാ ദൗത്യ ലക്ഷ്യങ്ങളും നേടിയതായി ഫ്ലൈറ്റ് ഡാറ്റ സ്ഥിരീകരിച്ചു. ഇപ്പോൾ മറ്റൊരു വിജയകരമായ പരീക്ഷണത്തിന് ശേഷം ഒറ്റ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് ഒന്നിലധികം തന്ത്രപരമായ ലക്ഷ്യങ്ങളെ ലക്ഷ്യം വയ്ക്കാനുള്ള കഴിവ് ഇന്ത്യ വീണ്ടും പ്രദർശിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.